ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടോ അല്ലെങ്കിൽ മൈദ വെച്ചിട്ടോ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാനിവിടെ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാനിവിടെ 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും 2 ടീസ്പൂൺ അളവിൽ ഓയിലുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഹോട്ട് ഓയിൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. സ്നാക്സിൻ്റെ മുകൾ ഭാഗം അധികം അങ്ങ് പൊള്ളി വരാതെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാനായിട്ട് അത് സഹായിക്കും. നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ച് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ ഒരുപാടങ്ങ് ലൂസായി പോകരുത് കേട്ടോ. മൈദ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ പരത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അടുത്ത് നമുക്ക് ഇതിനായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ഉരുളക്കിഴങ്ങ് വേവിച്ചതൊന്ന് ഗ്രേറ്റ് ചെയ്തതുമാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പനീർ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ ചാട്ട് മസാല ഇല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായിരുന്നാലും മതി. ഇനി നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങ് പച്ചയ്ക്കും ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നിങ്ങളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്താലും മതിയാകും കേട്ടോ. ഇത് ഫില്ലിങ് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ ബോൾ ഷേപ്പിലെടുക്കുക. ഞാനിവിടെ 2 കപ്പ് മാവാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിന് എനിക്കൊരു 10 ബോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നിങ്ങൾക്കത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ചെറിയ നൈസായിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അതുകൊണ്ട് ഒരുപാട് വലിപ്പത്തിനുള്ള ബോളായിട്ട് എടുക്കരുത്. അല്പം പൂരിയേക്കാളും ഒരല്പം കൂടി വലിപ്പത്തിൽ മാത്രമേ എടുക്കാവൂ കേട്ടോ. എങ്കിൽ മാത്രമേ നല്ല നൈസായിട്ട് നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. നൈസായിട്ട് ചപ്പാത്തി പരത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഫില്ലിങ് ഒക്കെ വെച്ച് ഒട്ടിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാകും. പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് മടക്കിയെടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഞാനിവിടെ കുറച്ച് മൈദാപ്പൊടി തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൈദാപ്പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തി പലകയിൽ വെച്ച് തന്നെ പരത്തണമെന്നില്ല, കൗണ്ടർ ടോപ്പിലിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ മൈദ കൊണ്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്കതൊരു ചെറുതായിട്ടൊന്നും ബുദ്ധിമുട്ടുണ്ടാവും. അത് വലിഞ്ഞ് വരുന്ന ഒരു പരുവത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഒരുപാട് ലൂസായി പോകരുതെന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ കുറച്ചും കൂടി നൈസായിട്ട് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊരല്പം കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചും കൂടി നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒരുമിച്ച് ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് ചുട്ടിയെടുക്കുന്നത്. ഞാനിവിടെ എല്ലാം ഒരു 10 എണ്ണം ഞാൻ ഇതുപോലെ തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേ ഷേപ്പ് തന്നെ എല്ലാം കിട്ടണമെന്നില്ല. അഥവാ ഒരേ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്തെങ്കിലും വെച്ചൊന്ന് റൗണ്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. തവ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു കളറൊന്ന് മാറി വരുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെന്ത് കിട്ടാനായിട്ടുള്ള അത്രയും സമയം വെയിറ്റ് ചെയ്യരുത്. 2 വശവും അതിൻ്റെ ആ ഒരു കളറൊന്ന് മാറി കിട്ടണം. അത്രയും സമയമേ ഇട്ടേക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിവിടെ 2 വശം ചെറുതായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഒരുപാട് വെന്ത് പോകാനായിട്ടുള്ള ഒരു ടൈം കൊടുക്കരുത്. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് ചെയ്തെടുക്കാനുള്ളത്. ഇതിനി നമുക്ക് ഒന്ന് കണ്ടില്ലേ, കൈയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും നൈസായിട്ട് വേണം നമുക്കതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ലെവലായിട്ട് വെച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ കത്രിക വെച്ചിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ടായാലും മതി. പക്ഷേ കത്രിക വെച്ചിട്ട് ചെയ്യുന്നതാണ് എളുപ്പം. എങ്കിലേ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ച് അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമേ ഇതേപോലെ ഒന്ന് എല്ലാം ഒരുമിച്ചൊന്ന് ലെവലാക്കി എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അടിവശത്തൊക്കെ ഇരിക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം ഒന്ന് ലെവലായിട്ട് പിടിക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് തയ്യാറാക്കി ആവശ്യാനുസരണം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോഴപ്പോഴും നിങ്ങൾക്കത് ആവശ്യാനുസരണം എടുത്ത് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം.
ഇതിപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നത് ഇതിൻ്റെ ആ ഒരു സ്നാക്സ് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുമ്പോൾ വീട്ടിലത് തയ്യാറാക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഭാഗങ്ങളൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നമുക്ക് അടുത്തൊരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഞാനിതിൻ്റെ ലാസ്റ്റിലാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഞാനിവിടെ 4 വശവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് സ്നാക്സ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആവരുത്. അല്പം തിക്കായിട്ട് വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നന്നായിട്ട് അത് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അത് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് പ്ലേറ്റിൽ വെച്ച് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു 4 വശത്തും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മൈദയുടെ ആ ഒരു പശ ഇതിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ 4 വശവും നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദയല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഫുള്ളായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഫില്ലിങ് അതിൽ ഉള്ളിലേക്ക് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫില്ലിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നോൺ വെജ് ആയാലും വെജ് ആയാലും ഏത് വെജിറ്റബിൾസ് ആയിരുന്നാലും എന്തായിരുന്നാലും നിങ്ങൾക്ക് ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഫില്ലിങ് വെച്ചതിന് ശേഷം മറിച്ച് അതൊന്ന് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 4 വശത്തും ഇതുപോലെ ആ ഒരു മൈദ തേച്ച് കൊടുത്തിട്ടുള്ളത്. 2 സൈഡും നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്കിലും നന്നായിട്ട് അത് ഒട്ടിയിരിക്കും. അപ്പോൾ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒന്നും പുറത്ത് പോവാതെ ഇരിക്കും. അപ്പോൾ അല്പം കട്ടിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ചപ്പാത്തി കട്ടിയായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും കേട്ടോ, ഒട്ടി വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നൈസായിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആവശ്യാനുസരണം നിങ്ങൾക്ക് അതൊന്ന് എടുത്ത് ഫ്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഫില്ലിങ് വെച്ചതിന് ശേഷം ഒരുപാട് ദിവസമൊന്നും വെക്കാൻ പാടില്ല, എങ്കിൽ അത് ചീത്തയായി പോകും. പക്ഷേ ഫില്ലിങ് വെക്കാത്ത ചപ്പാത്തി ഇതുപോലെ ആദ്യം കാണിച്ച പോലെ ചുട്ടെടുത്തതിന് ശേഷം അത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ രാവിലെയാണ് തയ്യാറാക്കിയിരുന്നത്. ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ. വൈകുന്നേരമാണ് നമ്മളിത് സ്നാക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ റെഡിയാക്കിയൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരാറാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ എടുത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം മാത്രമേ സ്നാക്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പുറവശം പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. 2 വശവും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും കേട്ടോ, ഒരുപാട് ടൈമൊന്നും വേണ്ടി വരത്തില്ല. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം എണ്ണ പിടിക്കുന്ന ഒരു സ്നാക്കൊന്നും അല്ല കേട്ടോ. ഗോതമ്പ് പൊടിയും മൈദയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന അധികം എണ്ണ പിടിക്കുന്ന സ്നാക്ക് ആയിരിക്കത്തില്ല. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയതും കൂടെ ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണേ. അപ്പോൾ അതേ എണ്ണയിൽ തന്നെ ഞാനിവിടെ കുറച്ചും കൂടി ചെറുതായിട്ട് അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് എണ്ണയിൽ തന്നെ ഇട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു ടൈമിൽ, അതായത് എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ അതിലൊന്നും തന്നെ ചേർക്കേണ്ടതില്ല. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നത്, ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുക തന്നെ ചെയ്യും. അപ്പോൾ അതിലായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടി ചേർത്തതിന് ശേഷം ചെറുതായിട്ട് എല്ലാം ഒന്ന് ഇടഞ്ഞെടുക്കാം, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് അതൊന്ന് പിടിക്കും. ഒരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ എല്ലാം കൂടെ എടുത്ത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാകും. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.